Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഒരു ഹോം ക്ലീനിങ് ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കണ്ണാടികൾ, രണ്ടും മൂന്നും ഒക്കെ കണ്ണാടികൾ നമ്മുടെ വീട്ടിലുണ്ടാവും. ബാത്റൂമിലായിട്ടും അല്ലെങ്കിൽ കൈ കഴുകുന്ന വാഷിംഗ് ബേസിൻ്റെ അവിടെയൊക്കെ ആയിട്ടും ഉണ്ടാവും. എന്നാൽ ഈ കണ്ണാടിയിൽ എപ്പോഴും ഓരോ മാർക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊരു കൈ കൊണ്ട് തൊട്ടതായിരിക്കാം, അല്ലെ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ പോയി കണ്ണാടിയെല്ലാം നല്ലതുപോലെ വെട്ടിത്തിളങ്ങാനുള്ള ഒരു സൂത്രപ്പണി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് വെറും മിനിറ്റുകൾ മാത്രം മതി. ഒരു 5 മിനിറ്റിന് താഴെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കണ്ണാടികളും നല്ല സൂപ്പറായിട്ട് തിളങ്ങും. അപ്പോൾ അതെങ്ങനെയാണെന്നും ആ ഒരു സൂത്രം എന്താണെന്നും നമുക്ക് ഉടനെ കാണാം. അപ്പോൾ ആ സൂത്രം എന്താണെന്ന് അറിയണ്ടേ? ആ സൂത്രം മറ്റൊന്നല്ല, കട്ടൻ ചായയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന നല്ല സ്ട്രോങ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കണ്ണാടി എല്ലാം നല്ല പളപ്പളാന്ന് തിളങ്ങും. അപ്പോൾ അതിനായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു 2 കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടി, അതെന്താണെങ്കിലും എങ്ങനത്തെ ചായപ്പൊടി ആണെങ്കിലും ടീ ബാഗ് ആണെങ്കിലും കുഴപ്പമില്ല, നല്ല കട്ടൻ ചായ, അതാണ് നമ്മുടെ സൂത്രം. അപ്പോൾ അതാ ഈ ചായപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചായ നല്ലതുപോലെ ഒന്ന് വെട്ടിത്തിളക്കട്ടെ, നല്ലതുപോലെ കടുപ്പം വരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചായപ്പൊടി ഇട്ടിട്ടും നല്ലതുപോലെ ഒന്ന് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഞാൻ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചായ ഇവിടെ റെഡിയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഞാനൊരു ബൗളിനകത്തോട്ട് അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്തോട്ട് ഞാനിതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടെല്ലാം മാറി നല്ലതുപോലെ തണുക്കണം. ഞാനിപ്പോൾ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആറ്റിയിട്ട് ഞാൻ നല്ലതുപോലെ ചൂടൊക്കെ മാറ്റി എടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചൂടാറിയ നല്ല കട്ടൻ ചായ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എത്രത്തോളമാണ് ആവശ്യം, നമ്മുടെ വീട്ടിലുള്ള എല്ലാ കണ്ണാടികളും ക്ലീൻ ചെയ്യാനായിട്ട് സാധാരണ 1 കപ്പ് മതിയാവും. ഞാനിവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇതുപോലെ ഒരു തുണി വേണം, നല്ല ഉണങ്ങിയ തുണി, നല്ലതുപോലെ ഉണങ്ങിയിട്ടുള്ള തുണി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഫൈബർ ക്ലോത്ത് എന്നൊക്കെ പറഞ്ഞ്, മൈക്രോ ഫൈബർ ക്ലോത്ത് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതെല്ലാ വീട്ടിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് സാധാരണ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഉണങ്ങി വൃത്തിയാക്കിയുള്ളൊരു തുണി വേണം. ഇതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു കണ്ണാടിയുടെ ഒരു അവസ്ഥ. മൊത്തം പാടുകളാണ്. കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ തോണ്ടി, കൈപ്പാടുകളൊക്കെ ഒത്തിരി ഉണ്ട്, ഒട്ടും തന്നെ ക്ലീൻ അല്ല. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കണ്ണാടിയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്ചർ, അത് നിങ്ങൾക്ക് സ്പ്രേ കുപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്പ്രേ കുപ്പിക്ക് അകത്തൊക്കെ ആക്കി ചെയ്യാം. ഞാനിവിടെ സാധാരണ ബൗളിലാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ അത് നല്ലതായിട്ട് ആ ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കിച്ചൺ ടവലാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു കട്ടൻ ചായയിൽ മുക്കി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പഴയ തുണിയാണെങ്കിലും ഉപയോഗിക്കാം. ആ പഴയ തുണി കട്ടൻ ചായയിൽ മുക്കി നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ ഈ കണ്ണാടിയുടെ മേലെ നല്ലതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒത്തിരി നേരം ഒന്ന് വെക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് അവേ നിങ്ങൾക്ക് ഇത് കഴുകി തുടച്ച് എടുക്കാം. പക്ഷെ ഞാനിവിടെ ഒരു 2 മിനിറ്റോളം ഞാനൊന്ന് വെക്കുന്നുണ്ട്. അതൊരു നിർബന്ധമില്ല. ഞാൻ ഈ 2 മിനിറ്റ് ഇപ്പം വെക്കാതെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പം ആ ഒരു നേരം മറ്റുള്ള കണ്ണാടിയിലും ഒക്കെ ഇതുപോലെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഞാൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ നല്ലതുപോലെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ പരത്തി അല്ലെങ്കിൽ നല്ലതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് കണ്ണാടിയിൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തുണി ഉണ്ടല്ലോ, നല്ല ഉണങ്ങിയിട്ടുള്ള തുണി. അപ്പം ആ തുണിയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല കുഞ്ഞ് നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ അങ്ങനെ എടുക്കാം. സാധാരണ നമ്മൾ കണ്ണാടിയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ വട്ടനെയാണ് ക്ലീൻ ചെയ്യുക. പക്ഷെ അങ്ങനെ ക്ലീൻ ചെയ്യരുത്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ S എന്നുള്ള ഷേപ്പിൽ വേണം നമ്മൾ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ മേലേന്ന് തുടങ്ങി ഇതേപോലെ ഈ ഒരു S ഷേപ്പിനകത്ത് വേണം ക്ലീൻ ചെയ്യാൻ. നമ്മൾ മറ്റേ പോലെ വട്ടം നമ്മൾ ചെയ്യുമ്പം നമ്മൾ ആദ്യം ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ക്ലീൻ ആവും, ഇതുപോലെ ചെയ്യുമ്പോൾ ഒന്ന് ക്ലീൻ ആവും. പക്ഷെ വീണ്ടും നമ്മളൊന്ന് കറക്കി വരുമ്പോഴത്തേക്കും ആ അഴുക്കെല്ലാം വീണ്ടും ആവുകയാണ് ചെയ്യുക. അപ്പോൾ അത് തെറ്റായ ഒരു രീതിയാണ് നമ്മൾ കണ്ണാടിയൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു S പോലെയാണ് ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്.
അതാ ഞാൻ ഒരു വട്ടം നമ്മൾ നേരത്തെ എടുത്ത തുണി കൊണ്ട് ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ വേറൊരു നല്ലൊരു ടവല് പോലത്തെ നല്ല കട്ടിയുള്ള ഒരു തുണിയും കൂടി എടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ ആ ഒരു എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ കണ്ണാടി നല്ല പളപളാന്ന് വെട്ടി തിളങ്ങുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കട്ടൻ ചായ കൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള കണ്ണാടികളെല്ലാം നല്ലതുപോലെ തിളക്കം മാത്രമല്ല, എന്തെങ്കിലും പാടുണ്ട് എണ്ണമായി ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഈ കട്ടൻ ചായ ഇപ്പം നമ്മുടെ വീട്ടിൽ ഇനി നമുക്ക് പുറത്തുനിന്നൊന്നും ഈ പറഞ്ഞ പോലെ കെമിക്കൽസ് ഒന്നും മേടിക്കാൻ നിൽക്കേണ്ട. അതിനേക്കാളൊക്കെ എത്രയോ എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കട്ടൻ ചായ ഉണ്ടാക്കി നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കട്ടൻ ചായയാണ് ഞാൻ പറഞ്ഞ സൂത്രം. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇതാ നമ്മുടെ ഇങ്ങനെ ഇരുന്നിരുന്ന ഒരു കണ്ണാടിയാണ്, അപ്പടി പാടുകളൊക്കെ വന്നിരുന്ന ഒരു കണ്ണാടിയാണ് ഇപ്പോൾ ഇതാ ഇങ്ങനെ നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു കണ്ണാടിയായിട്ട് മാറിയത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ കണ്ണാടികളും നമുക്ക് ഇതുപോലെ നിമിഷ നേരം കൊണ്ട് ഒട്ടും പൈസ ചിലവില്ലാതെ, ചായപ്പൊടിയുടെ പൈസ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒട്ടും കെമിക്കൽസ് ഒന്നും മേടിക്കാതെ നമുക്കിതാ ഇതുപോലെ നല്ല വെട്ടിത്തിളങ്ങുന്ന കണ്ണാടികളൊക്കെ ആക്കി മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സൂത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. നമ്മുടെ ബാത്റൂമിൻ്റെ ഒക്കെ കണ്ണാടിക്കാണെന്നുണ്ടെങ്കിൽ നല്ല പളവളാന്ന് തിളങ്ങും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോടൊന്ന് അറിയിക്കണം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.